കോട്ടയം പുലരിക്കുന്നിൽ വയനാടിന് സഹായം നൽകാൻ കാരുണ്യയാത്ര നടത്തിയ സ്വകാര്യ ബസിന് നേരെ ആക്രമണം. ബസ് തടഞ്ഞ യുവാക്കൾ ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. തൃശൂരിൽ വിശുദ്ധ ഏവുപ്രാസമ്മയുടെ തിരുനാൾ 29-ന് നടക്കും. ഒല്ലൂരിൽ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 30ഓളം CCTV ക്യാമറകൾ സ്ഥാപിക്കും. കൊടിയേറ്റം ഈ മാസം 20-ന് നടക്കും. പോലീസ് ഉദ്യോഗസ്ഥരും പെരുന്നാൾ കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. കേരള NGO അസോസിയേഷൻ തൃശൂർ പുതുക്കാട് ബ്രാഞ്ചിന്റെ വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV സനൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് യോഗ സമ്മേളനം ആവശ്യപ്പെട്ടു. മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം നേടിയ വിദ്യാധരൻ മാസ്റ്ററെ തൃശൂർ BJP ജില്ലാ കമ്മിറ്റി അനുമോദിച്ചു. ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പൊന്നാട അണിയിച്ചു. ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ആക്രി പെറുക്കാനെത്തിയവർ മയക്കുമരുന്ന് കലർന്ന പൊടി വിതരണം ചെയ്തതായി പരാതി. വാർഡ് മെമ്പർ കിരൺ ദാസ് കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. ആക്രി പെറുക്കാനെത്തിയവർ കുട്ടികൾക്ക് കളിപ്പാട്ടത്തോടൊപ്പം കറുത്ത കവറിലായി പൊടിയും നൽകുകയായിരുന്നു. 6 മണിയോടെ എന്നെ ഒരു കൊച്ചിൻ്റെ രക്ഷിതാവ് വിളിക്കുകയും ഞാൻ ആ വീട്ടിൽ പോവുകയും ചെയ്തു. പോയപ്പം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പതാകയുടെ ചിഹ്നം വച്ചിട്ട് നമ്മളൊരു ബോക്സ് ആ വീട്ടിൽ ആക്രി പറക്കാൻ വരുന്നവരാണ് കൊടുത്തിരിക്കുന്നത്. തൃശൂർ കയ്പമംഗലം മണ്ഡലത്തിലെ പെരുന്തോട് വലിയ തോട് ശുചീകരണം വീണ്ടും ആരംഭിച്ചു. യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇത്തവണത്തെ ശുചീകരണം. ശുചീകരണ പ്രവർത്തികൾ നടന്ന മേഖലകൾ ET ടൈസൺ MLA സന്ദർശിച്ചു. തൃശൂർ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുമ്പ് കമ്പികളും സ്കൂളിലെ നിർമ്മാണ പ്രവർത്തികൾക്കായി സൂക്ഷിച്ച വയറുകളും മോഷ്ടിച്ചു. സ്കൂളിലെ CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ചിത്രങ്ങൾ പതിഞ്ഞു. വിവിധ ദിവസങ്ങളിലായി രാവിലെയും വൈകിട്ടുമായാണ് മോഷ്ടാവ് മോഷണം നടത്തിയിട്ടുള്ളത്. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ പെരുവല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ദുരിതബാധിതർക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത്, മുല്ലശ്ശേരി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവ സംയുക്തമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തകർന്നു കിടക്കുന്ന തൃശൂർ കരുവാക്കുളം റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP പെരിങ്ങോട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവാക്കുളം സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു.